സ്കൂൾ വാർഷിക വേദിയിൽ ശ്രദ്ധേയമായി 4ാം ക്ലാസ്സുകാരിയുടെ ചിത്ര പ്രദർശനം. ചെമ്മനാട് വെസ്റ്റ് GUP സ്കൂളിലെ വിദ്യാർത്ഥിനി ഐഷിൻ ഫാത്തിമ കുരിക്കളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ നിരവധി അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നത്. കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുമ്പള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, ഫാർമസി, ICU, NICU, ലബോറട്ടറി, ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, വെന്റിലേറ്റർ, ലേബർ തിയേറ്റർ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ ചെമ്മനാട് വെസ്റ്റ് GUP സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ 4ാം ക്ലാസ്സുകാരുടെ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി മാറി. ചെമ്മനാട് വെസ്റ്റ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി ഐഷിൻ ഫാത്തിമ കുരികൾ എന്ന കുഞ്ഞു കലാകാരിയാണ് ചിത്രങ്ങളുടെ പ്രദർശനം നടത്തി നിരവധി അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയത്. കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ഗാലറിയിൽ നടത്തിയ കുട്ടികളുടെ ചിത്രപ്രദർശനത്തിൽ ഐഷിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ഗുരു കൂടിയായ കേരള ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവ് വിനോദ് അമ്പലത്തറ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. അതൊരു എക്സിബിഷൻ രീതിയിൽ വളരെ നല്ല രീതിയിൽ അതിനെ ക്രമീകരിച്ചു വെക്കുന്നതിൽ പിന്നെ ഒരു സ്കൂള് കാണിക്കുന്ന വലിയ ഒരു മാതൃകയാണ് ഇവിടെ നടക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. കാരണം ഇപ്പോൾ വരയ്ക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള പിന്തുണ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതിൽ ഒന്നാമത്തെ ഒന്ന് എനിക്ക് ഒരു ഇതായി തോന്നിയത് ഇപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതാണ്. ഇപ്പോൾ ഐഷിൻ്റെ ഉപ്പയൊക്കെ ഈ ചിത്രങ്ങൾ ഇങ്ങനെ ഓരോ സമയത്ത് വരക്കേണ്ടത് കാണുകയും എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ ക്ലാസ്സിൽ കൊണ്ടുവരികയും പല കുട്ടികളും അങ്ങനെ വരുന്നില്ല. പക്ഷേ ഇവർ എല്ലാ സൺഡേയിലും അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഈ സൺഡേ എന്ന് പറയുന്നത് ഒരുപാട് പരിപാടികളുള്ള ദിവസമാണ്. അപ്പം അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുന്നു എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്. അതേ സമയത്ത് ഇപ്പോൾ വരക്കുന്ന കുട്ടികൾ എനിക്ക് തോന്നി ഇപ്പോൾ പല കുട്ടികളും വരക്കുന്നുണ്ട്, പക്ഷെ അവരാരും തന്നെ അത് തുടരുന്നില്ല. IT സ്കൂൾ ജില്ലാ കോർഡിനേറ്റർ റോജി ജോസഫ്, മുൻ AEO ഗംഗാധരൻ P, ഹെഡ്മാസ്റ്റർ ബെന്നി PT, PTA പ്രസിഡന്റ് അമീർ B പാലോത്ത്, SMC ചെയർമാൻ നാസർ കുരിക്കൾ, സംഘാടക സമിതി ട്രഷറർ മഹ്റൂഫ് MK, SMC ചെയർപേഴ്സൺ ഉഷ കുമാരി C തുടങ്ങിയവർ സംസാരിച്ചു. ഷുക്കൂർ കുരിക്കൾ സമീറ ദമ്പതികളുടെ മകളാണ് ഐഷിൻ. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.